ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പുതിയ OTT റിലീസ് ചെയ്ത മൂവികളെ കുറിച്ചാണ്. സോ നമുക്ക് ഡയറക്റ്റ് നമ്മൾ അടിപൊളി വീഡിയോയിലേക്ക് പോകാം. അതിന് മുന്നേ ചാനൽ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക. നേരെ വീഡിയോയിലേക്ക്. അപ്പോൾ നമ്മുടെ ആദ്യത്തെ മൂവി എന്ന് പറയുന്നത് വ്യസന സമേതം ബന്ധുമിത്രാദികൾ എന്ന ഈ ഒരു മൂവിയാണ്. നല്ലൊരു കോമഡി എൻ്റർടൈനർ മൂവിയാണ്. അതുപോലെ തന്നെ തിയേറ്ററുകളിലൊക്കെ ആവറേജ് അഭിപ്രായം ലഭിച്ച ഒരു സിനിമയാണ്. നായിക നമ്മുടെ അനശ്വര രാജനാണ്. ഈ സിനിമ OTT റിലീസ് മനോരമ മാക്സ് ആണ് വാങ്ങിയിട്ടുള്ളത്. ഈ മാസം, അതായത് ഈ ജൂലൈ മാസം 30-ന് OTT റിലീസ് ചെയ്യുമെന്നാണ് അവർ അറിയിച്ചിട്ടുള്ളത്. അടുത്തൊരു സിനിമ എന്ന് പറയുന്നത് സൂപ്പർ സിന്ദഗിയാണ്. നായകൻ ധ്യാൻ ശ്രീനിവാസനാണ്. തിയേറ്ററുകളിലൊക്കെ പരാജയപ്പെട്ട ഒരു മൂവിയാണ്. മനോരമ മാക്സ് ആണ് ഇതിൻ്റെ OTT റിലീസ് വാങ്ങിയിട്ടുള്ളത്. ഈ വരുന്ന ജൂലൈ 24-ന് OTT റിലീസ് ചെയ്യുമെന്ന് ഇവർ അറിയിച്ചിട്ടുണ്ട്. അടുത്തൊരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് ബാന്ദ്ര മൂവിയെ കുറിച്ചാണ്. തമന്ന, ദിലീപ് അഭിനയിച്ച മൂവിയാണ്. തിയേറ്ററുകളിൽ പരാജയപ്പെട്ടുവെങ്കിലും OTT റിലീസ് കാണാൻ എല്ലാവരും കാത്തിരിക്കുകയാണ്. ആമസോൺ പ്രൈമാണ് OTT റിലീസ് വാങ്ങിയിട്ടുള്ളത്. ജൂലൈ മാസം ലാസ്റ്റ് OTT റിലീസ് ചെയ്യുന്നതാണെന്ന് ഇവർ അറിയിച്ചിട്ടുണ്ട്. അടുത്തൊരു മൂവി എന്ന് പറയുന്നത് അസ്ത്രം എന്ന ഈ ഒരു മൂവിയാണ്. നല്ലൊരു ത്രില്ലർ മൂവിയാണ്. സെന്തിൽ, കലാഭവൻ, ഷാജി എന്നിവർ അഭിനയിച്ച ഒരു മൂവിയാണിത്. മനോരമ മാക്സ് ആണ് ഇതിൻ്റെ OTT റിലീസ് വാങ്ങിയിട്ടുള്ളത്. അടുത്തൊരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് ജിന്നി എന്ന ഈ ഒരു മൂവിയെ കുറിച്ചാണ്. കോമഡി ഹൊറർ സിനിമയാണ്. ആവറേജ് അഭിപ്രായമാണ് തിയേറ്ററുകളിൽ നിന്നും ലഭിച്ചത്. സൗബിനാണ് നായകൻ. കുറേ കാലമായി ഇറങ്ങിയിട്ട് ഇപ്പോഴാണ് OTT റിലീസ് ഡേറ്റ് വന്നത്. ആമസോൺ പ്രൈമാണ് OTT ഏറ്റെടുത്തിരിക്കുന്നത്. ലാസ്റ്റ് ഈ വീക്ക് OTT റിലീസ് ചെയ്യുന്നതായിരിക്കും. അടുത്തൊരു മൂവി എന്ന് പറയുന്നത് ഗെറ്റ് സെറ്റ് ബേബി എന്ന ഈ ഒരു മൂവിയാണ്. നല്ല അഭിപ്രായമാണ് തിയേറ്ററുകളിൽ നിന്നും ലഭിച്ചിട്ടുള്ളത്. ഇതുവരെ OTT റിലീസ് ചെയ്തിട്ടില്ല. ഉണ്ണി മുകുന്ദൻ, നിഖില വിമൽ എന്നിവരാണ് അഭിനയിച്ചിരിക്കുന്നത്. മനോരമ മാക്സ് ആണ് OTT വാങ്ങിയിരിക്കുന്നത്. നല്ലൊരു ഫാമിലി എൻ്റർടൈനർ മൂവി തന്നെയാണ്. ഈ വരുന്ന ജൂലൈ മാസം 25-ന് മുന്നേ റിലീസ് ചെയ്യുന്നതായിരിക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട്. അടുത്തൊരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് സർക്കിട്ട് എന്ന ഈ ഒരു മൂവിയെ കുറിച്ചാണ്. ആവറേജ് അഭിപ്രായമാണ് തിയേറ്ററുകളിൽ നിന്നും ലഭിച്ചിട്ടുള്ളത്. ഒരു ചെറിയ കുട്ടിയുടെ കഥയാണ്. ആസിഫ് അലിയാണ് നായകൻ. ഫീൽ ഹുഡ് മൂവിയാണ്. ആമസോൺ പ്രൈമാണ് ഇതിൻ്റെ OTT റിലീസ് വാങ്ങിയിട്ടുള്ളത്. ജൂലൈ മാസം ലാസ്റ്റ് വീക്കിന് OTT റിലീസ് ചെയ്യുമെന്ന് അറിയിച്ചിട്ടുണ്ട്. അടുത്തൊരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് ബസൂക്ക എന്ന ഈ ഒരു മൂവിയെ കുറിച്ചാണ്. മോശം അഭിപ്രായമാണ് തിയേറ്ററുകളിൽ നിന്നും ലഭിച്ചിട്ടുള്ളത്. എന്നാലും OTT റിലീസിന് വേണ്ടി ആരാധകർ കാത്തിരിക്കുകയാണ്. ZEE5 നേരത്തെ ഇതിൻ്റെ OTT റിലീസ് വാങ്ങിയിരുന്നു. എന്നാൽ ഇതുവരെ റിലീസ് ചെയ്തിട്ടില്ല. നല്ലൊരു ആക്ഷൻ ത്രില്ലർ മൂവിയാണ്. മമ്മൂട്ടി നല്ല അഭിനയം തന്നെ കാഴ്ചവെച്ചിട്ടുണ്ട്. അതുപോലെ ഈ ഒരു വീക്കിൽ റിലീസ് ചെയ്യുമെന്ന് റിപ്പോർട്ട് വന്നിട്ടുണ്ട്. അടുത്തൊരു മൂവി എന്ന് പറയുന്നത് തങ്കമണി എന്ന ഈ ഒരു മൂവിയാണ്. നല്ല അഭിപ്രായം അല്ല തിയേറ്ററുകളിൽ നിന്നും ലഭിച്ചിട്ടുള്ളത്. ദിലീപ് മൂവിയാണ്. OTT കാത്തിരിക്കുകയാണ് ആരാധകർ. തിയേറ്ററുകളിൽ വന്നിട്ട് വർഷങ്ങളായി. എന്നാൽ OTT ആരും തന്നെ വാങ്ങിയിരുന്നില്ല. ബട്ട് ഇപ്പോൾ ആമസോൺ പ്രൈം ഇതാ OTT വാങ്ങിയിട്ടുണ്ട്. ഈ ലാസ്റ്റ് വീക്ക് ഈ മാസം റിലീസ് ചെയ്യുന്നതായിരിക്കും. അടുത്തൊരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് ഫൂട്ടേജ് എന്ന ഈ ഒരു മൂവിയെ കുറിച്ചാണ്. നല്ലൊരു ത്രില്ലർ മൂവിയാണ്. നല്ല അഭിപ്രായം തന്നെയാണ് തിയേറ്ററുകളിൽ നിന്നും ലഭിച്ചിട്ടുള്ളത്. ഇതിൻ്റെ പോസ്റ്റർ ഒരുപാട് വിവാദങ്ങൾ വരുത്തിയിരുന്നു. ആമസോൺ പ്രൈമാണ് OTT റിലീസ് ഏറ്റെടുത്തിരിക്കുന്നത്. ജൂലൈ ലാസ്റ്റ് OTT റിലീസ് ചെയ്യുന്നതായിരിക്കും. അടുത്തൊരു മൂവി എന്ന് പറയുന്നത് സംശയം എന്ന ഈ ഒരു മൂവിയാണ്. ഷറഫുദ്ദീൻ, വിനയ് ഫോർട്ട് അഭിനയിച്ച ഒരു കോമഡി എൻ്റർടൈനർ മൂവിയാണ്. ആവറേജ് അഭിപ്രായമാണ് തിയേറ്ററുകളിൽ നിന്നും ലഭിച്ചിട്ടുള്ളത്. ഇപ്പോൾ ഇതാ മനോരമ മാക്സ് ആണ് ഇതിൻ്റെ OTT റിലീസ് വാങ്ങിയിട്ടുള്ളത്. ഈ വീക്ക് OTT റിലീസ് ചെയ്യുന്നതായിരിക്കും. അടുത്തൊരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് വേല എന്ന ഈ ഒരു മൂവിയെ കുറിച്ചാണ്. ഷൈൻ, സണ്ണി വെയിൻ പ്രധാന നായകന്മാരായി എത്തിയ ആ മൂവിയാണ് വേല. നല്ല അഭിപ്രായം തന്നെയാണ് തിയേറ്ററുകളിൽ നിന്നും ലഭിച്ചിട്ടുള്ളത്. 2023-ലാണ് ഈ ഒരു മൂവി ഇറങ്ങിയത്. 2 വർഷത്തിന് ശേഷം വേല OTT റിലീസ് ചെയ്യുകയാണ്. ആമസോൺ പ്രൈമാണ് ഇതിൻ്റെ OTT റിലീസ് വാങ്ങിയിട്ടുള്ളത്. ഈ വരുന്ന ജൂലൈ 28-ന് മുന്നേ OTT റിലീസ് ചെയ്യുന്നതായിരിക്കും. സോ ഞാൻ എന്തായാലും എൻ്റെ മൂവി ഇൻഫോർമേഷൻ വീഡിയോ ഞാനിവിടെ വൈൻഡ് അപ്പ് ചെയ്യാൻ പോവുകയാണ്. വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു അടിപൊളി വീഡിയോയുമായി ഞാൻ ഇനിയും വരുന്നതായിരിക്കും. അതുവരെ എല്ലാവർക്കും ബായ്. ഇതെൻ്റെ ചാനലിലെ 18ാമത്തെ വീഡിയോ ആണ്.